മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഈ രേണുസുതിയെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതും തോറും ഓരോ ദിവസവും പുതിയ പുതിയ ഇഷ്യൂസുമായിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് രേണുസുതി പല ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിലും പല വിഷയങ്ങൾ എടുത്തിടുകയാണ്. അതിൽ പല കാര്യങ്ങളും സത്യസന്ധമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ കൺമുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അറിയാണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സാഹചര്യം വരികയാണ്. നമ്മളെല്ലാവരും കണ്ടാണ് കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരുന്നു. അതിൽ ഒരാളാണ് KHDEC എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയത്തില്ല. ഫിറോസ് എന്ന് പറയുന്നത് പുള്ളിയെക്കുറിച്ച് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പുള്ളി കുറച്ച് ആളുകളുടെ പ്രതിനിധിയായിട്ട് ആ ഒരു വീട് പണിയുന്ന സമയത്തും അങ്ങനെ കുറേ കാര്യങ്ങളിൽ പുള്ളിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് ഈ വീട് വെക്കുന്നതിന് എല്ലാത്തിനും നേതൃത്വം നൽകിയത്. പല ആളുകളുടെ സഹായം ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് അതിൽ മണ്ണ് കുറച്ച് ആളുകൾ ഇറക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കല്ല് ഇറക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക പൈസ ഒന്നും വാങ്ങിക്കാതെ ആ വീടിന് പണിയെടുക്കാനായിട്ട് കുറേ ആളുകൾ വരുന്നു. അങ്ങനെ പല പല ആളുകളുടെ ഒരു കൂട്ടമായിട്ടുള്ളൊരു സഹകരണത്തിന്റെ പുറത്താണ് ആ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇന്നലെ വന്നിരിക്കുന്ന ഒരു വീഡിയോയിൽ രേണുസുതി ഏതോ ഒരു ഓൺലൈൻ ചാനൽ, ഞാൻ എപ്പോഴും രേണുസുതിയെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും എല്ലാം പറയുന്നതാണ്, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഇറക്കി വിടുന്ന ഓരോരോ കുനിഷ്ഠ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം രേണുസുതിയെ ഇന്നത്തെ രേണുസുതി ആക്കിയതിന് ഒരുപാട് ആളുകളുടെ സഹായങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കാണിക്കുന്ന പല കാര്യങ്ങളും പല ആളുകളിലും വെറുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഭാവിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇതുവരെ സഹായിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന പല ആളുകളും ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താനുള്ള സാധ്യതകളെല്ലാം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പെരുമാറ്റത്തിലൂടെ രേണു ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ വീടിന്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്തത് രേണുവിന്റെ മക്കളുടെ പേരിൽ, അതായത് കൊല്ലം സുധിയുടെ ആദ്യ മകന്റെയും അതിനുശേഷം രേണുവിൽ ഉണ്ടായ കുട്ടിയുടെയും പേരിലാണ് ആ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തത്. അവര് അത് സുധിക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നതിൽ ആരും തന്നെ കൊല്ലം സുധിയുടെ പേരൻസോ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ആരും തന്നെ ആ വീട്ടിൽ താമസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, കൊല്ലം സുധിയുടെ മൂത്ത മകൻ പോലും ആ വീട്ടിൽ ഒരു അതിഥിയെ പോലെയാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ആ മൂത്ത മകൻ ആ വീട്ടിലേക്ക് വരുന്നത് തന്നെ അത്ര താല്പര്യമുള്ള കാര്യമല്ല എന്നൊക്കെയാണ് ചില വീഡിയോസിൽ ചില ആളുകൾ പറയുന്നത്. ഫ്ലവേഴ്സ് TV ആണ് ആ മൂത്ത മകന്റെ പഠന ചെലവും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നതുമല്ല. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മകൻ ഒരു വ്ലോഗ് ചെയ്തുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടതാണ്, പല സാഹചര്യങ്ങൾ കണ്ടാണ് ആ വീട് എത്രത്തോളം വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ കൊല്ലം സുധിക്ക് കിട്ടിയിരുന്ന ഓരോ പുരസ്കാരങ്ങളും ഈ ചാക്കിൽ കെട്ടി കട്ടിലടി കയറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമുക്ക് അധികം സംസാരിക്കേണ്ട. അപ്പോൾ ആ വീട്ടിലിപ്പോൾ താമസിക്കുന്നത് രേണുവിന്റെ പേരൻസും രേണുവിന്റെ ആ വീട്ടുകാരും എല്ലാമാണ് ഇപ്പോൾ ആ വീടിനകത്ത് താമസിക്കുന്നത്. അപ്പോൾ ആ വീടിനെ പറ്റി പുതിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് രേണു. ആ വീടിന്റെ ഹാളിൽ ചോരുന്നുണ്ട്, അതേപോലെ തന്നെ ഇളയ മകൻ കിടക്കുന്ന സ്ഥലം ചോരുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലെ പല ആളുകളും രേണുവിന്റെ ആ ഒരു വീട് അല്ലെങ്കിൽ സുധിക്ക് വേണ്ടി പണിത് കൊടുത്ത ആ ഒരു വീട് കണ്ടിട്ടുണ്ടാവും. പുതിയ ഒരു മോഡലിലുള്ള ഒരു വീടാണ്. ഫ്രണ്ടിലേക്ക് ഒരുപാട് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വീടാണ്. ആ വീട് കണ്ടു കഴിഞ്ഞാൽ അറിയാം, മുകളിൽ ഗ്ലാസ് കണ്ട് ഇട്ട ഒരു ഫ്രെയിം ഇട്ട ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഒരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഇതിനകത്ത് തന്നെ രേണു പറയുന്നുണ്ട് ഇതുപോലെ ദാനം കിട്ടിയ വീടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്ന ആളുകളെ പറ്റി പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ എന്താ പറയുക ഹോം ഡിസൈൻ അല്ലെങ്കിൽ അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഈ ഫിറോസ് എന്ന് പറയുന്നത്. എനിക്ക് ഫിറോസിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷെ ഇന്ന് ഫിറോസ് എന്ന് പറയുന്ന ആള് ഇന്ന് ഇട്ടിരുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയെ. എന്തായാലും ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട്
ഒരു അതായത് പുള്ളി പറയുന്നത് മനസ്സിലായി കാണും. നമ്മുടെ ആ വീടിന്റെ ഒരു ഡിസൈൻ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഫ്രണ്ടിലേക്ക് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും വരാതെ 2 സൈഡിലേക്കാണ് അതിന്റെ ഒരു ചെരിവ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈനകത്തൂടെ നല്ല ശക്തി കാറ്റടിക്കുമ്പോൾ ഏതൊരു വീടുകളിലും മിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ല ശക്തമായിട്ട് കാറ്റൊക്കെ ഉള്ള സമയത്ത് മഴയടിക്കുമ്പോൾ ആ എറിച്ചിലടിച്ചിട്ട് അകത്തേക്ക് വെള്ളം വരുന്ന സംഭവം ഒരുവിധം നല്ല ഷെയ്ഡ് ഇല്ലാത്ത മിക്ക വീടുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുള്ളി അത് അംഗീകരിക്കുന്നുണ്ട്. അതിനെ ഒരിക്കലും ഒരു ചോർച്ച എന്ന രീതിയിൽ പറയാനായിട്ട് സാധിക്കത്തില്ല. ശരി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷെ ആ വീട് പണി കഴിയും പുള്ളി പറയുന്ന ഒരു കാര്യം അംഗീകരിക്കേണ്ടതാണ്. കാരണം ഇതിനു മുമ്പ് പല വീഡിയോസ് ഈ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിലെല്ലാം ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ വർക്കിന്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നമ്മൾ ഫ്രീ ആയിട്ട് വെച്ചു കൊടുക്കുന്ന വീടാണെന്ന് കരുതിക്കൊണ്ട് ഒരു തരത്തിലുള്ള ക്വാളിറ്റിയിൽ ഒരു കുറവും നമ്മൾ കാണിക്കാറില്ല. അവര് ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പഴയ വീഡിയോസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിള്, ഡൈനിങ് ടേബിള്, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽട്ടർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾ അതായത് ഒരു വീടെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇവർ തുടങ്ങിയത്. ഒരു വീട് പണിത് കൊടുത്തതിന് ശേഷം ഈ പരിപാടി നിർത്തിയേക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ തുടങ്ങിയത്. പക്ഷേ ആ വീടിനകത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറും നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കിച്ചൺ കബോർഡുകൾ, അതുപോലെ തന്നെ ബെഡ്റൂമിലും മറ്റും കബോർഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മുടെ സുധിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ കട്ടിലടി ചുരുട്ടി വെച്ചിട്ട് പറഞ്ഞത് ഈ പുതിയ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല, സ്ഥലമില്ല എന്ന് നമ്മുടെ ഇച്ചേച്ചി വന്നു വെച്ചിരുന്ന് പറഞ്ഞത്. നിങ്ങളത് കൃത്യമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതിനകത്ത് വാട്ടർ പ്യൂരിഫയർ അടക്കം. കാരണം പല ആളുകളും TV ആയിട്ടും ഫർണിച്ചറായിട്ടും അല്ലെങ്കിൽ ഈ വാട്ടർ പ്യൂരിഫയർ ആയിട്ടും പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ കൂടെയുള്ള പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷൊന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സുധിയുടെ ഫോട്ടോ വെച്ചിരുന്ന ആ സുധിയുടെ ഫോട്ടോ വെക്കുന്ന സമയത്തുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് അതിന്റെ ഒരു ടെക്സ്ചർ വർക്കിനെ കുറിച്ച് കൃത്യമായിട്ട് ഈ പാലുകാച്ച് ദിവസത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ, ഹൗസ് വാമിങ്ങിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വന്ന ചില വീഡിയോസുകളിൽ നോക്കിയാൽ മതി. ആ ഒരു ടെക്സ്ചർ വർക്കിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്നതിന്റെ ലാഭത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ട ആളുകൾക്ക് പല സമയത്തും സഹായിക്കുന്ന പോലെ, പല വീടുകൾ വെച്ച് കൊടുക്കാൻ സഹായിക്കുന്നത് പോലെ, അങ്ങനെ ഒരു സഹായം മാത്രമായിട്ടാണ് ഇദ്ദേഹം കണ്ടത്. പക്ഷെ പല ആളുകളും കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും അതൊരു എന്താ പറയുക, ആ ഒരു വലിയ മനസ്സുള്ള കുറേ ആളുകൾ കൂടിയിട്ടാണ് ആ ഒരു വീട് യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീടിനെയാണ് ഇപ്പോൾ ഏതോ വന്ന സോഷ്യൽ മീഡിയയുടെ മുന്നിലൊക്കെ വന്നിരുന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകൾ പണിയുമ്പോൾ ചിലപ്പോൾ കുറ്റവും കുറവൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഈ ചെയ്തു തന്ന ആളുകളുടെ മനസ്സും കൂടെ ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അവർക്ക് മനസ്സിന് മുറിവെക്കുന്നത് അവർ ഈ പറഞ്ഞതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇത് മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷനായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും
ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും, അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെ കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ, ഞങ്ങളിനി ഫണ്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിന്നിട്ടുണ്ട്. വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ചെയ്തിലടിക്കുന്ന സംഭവം അല്ല, ആ ഒരു കാര്യം ക്ലിയർ ആണ്. കാരണം ഈ ഒരു വീട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുത്ത വീട് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൗസ് വാമിങ്ങിന്റെ ദിവസമോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളോ ഒരിടത്തും ചെന്ന് വെച്ചാൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ശല്യം ചെയ്യാനോ ഇവരാരും തന്നെ പോയിട്ടില്ല. അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് ഇവർ ഒരു തരത്തിലുള്ള പരസ്യം ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ടോ ആ ജനങ്ങളുടെ മുന്നിൽ ഇവരെന്താണ്ടോ നന്മമരം കളിക്കാനോ വേണ്ടിയിട്ടല്ല ഈ ഒരു വീട് വെച്ച് കൊടുത്തതെന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആ മുഖത്തോട്ട് നോക്കിയാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നു, അതിൻ്റെ മെയിൻ്റെനൻസും ഞങ്ങൾ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല. ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട്
ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറയണേ, ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുകുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ, നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. ഇതിൽ നിന്നുണ്ട് എനിക്ക് പറയാനുള്ളൂ, പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടില്ലേ, ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ലുണ്ടോ എന്ന് എണ്ണി നോക്കുന്ന ചില ടീംസിനെ, അതുപോലത്തെ ഒരു ടീമാണ് നമ്മൾ ഈ പറയുന്ന രേണുസുധിയും രേണുസുധിയുടെ കുടുംബവും തന്നെ എടുത്തു തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പൊ താമസിക്കുന്ന വീട്ടിനകത്ത് കൊല്ലം സുധി എന്ന് പറയുന്ന ആളുമായിട്ട് രക്തബന്ധമുള്ള ആരും തന്നെ ആ വീട്ടിലില്ല. മൂത്ത മകനില്ല. ഭാര്യ എന്ന് പറയുന്ന കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പെണ്ണും ആ പെണ്ണിന്റെ കുടുംബക്കാരും മാത്രമാണ് ഈ സുധിക്ക് വേണ്ടിയിട്ട്, സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തന്നെ ശരിക്കും സങ്കടം വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പുള്ളി ഈ ഒരു ബിസിനസ് ചെയ്യുന്നയാളാണ്. ഈ വീട് വെപ്പും പരിപാടികളും കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നയാളാണ്. പുള്ളിക്ക് ഇതിനെ എന്തുമാത്രം മാർക്കറ്റ് ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പുള്ളിയുടെ പേജിൽ തന്നെ കയറി നോക്കുക. പുള്ളി ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ പരിപാടിയോ ഒന്നും ഈ കൊല്ലം സുധിക്ക് വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ചെയ്തിട്ടില്ല. അതിനുശേഷം ഈ വീട് വെച്ചതിന് ശേഷം ഈ ഒരു എറിച്ചിലടിക്കുന്ന കാര്യം 4000-5000 രൂപ കൊടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ മറ്റുള്ളവരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവര് വെച്ച് തന്നവരെ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അതിനെ ഒരു ചോർച്ചയായിട്ട് അത് അങ്ങനെയാണ്, വീട് മുഴുവൻ ചോർച്ചയാണ്, ഹാളിൽ ചോർച്ചയാണ്, ബെഡ്റൂമിൽ ചോർച്ചയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ കോപ്രായം കാണിച്ചത് ഭയങ്കര മോശമായി പോയി. നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് ഒരു വീട് ഒരാൾ വെച്ച് തന്നു, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പറ്റുന്ന രീതിയിൽ അതിനെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ വെച്ച് തന്ന അയാളെ എന്ത് പ്രയോജനം കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തന്നത്? അതിന്റെ കൂട്ടത്തിൽ പുള്ളി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. രേണുസുധി പറഞ്ഞത് 19ഓളം യൂട്യൂബേഴ്സ് ഇവരുടെ കാര്യം തിരക്കി പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ, നിങ്ങളുടെ പുറകെ ഇറങ്ങി തപ്പി നടന്ന് കുറെ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നാറും, ഭയങ്കരമായിട്ട് നാറും. ആ രീതിയിലാണ് നിങ്ങളുടെ ഓരോ കഥകൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയാതെ സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. അദ്ദേഹം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂത്ത മകനുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അവർ പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും പൊതുവായിട്ട് പറയണമെന്ന് പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം കിച്ചു ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ചില കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് കിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അതിൽ മനസ്സിലാവും. സ്വന്തം മകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ആ മകനെ കൊണ്ട് തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കേണ്ട വരും. ആ രീതിയിലാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ കൂടെ നിന്നെപ്പോലെയുള്ള ആളുകൾ കാരണം കിട്ടാണ്ടായി പോകുന്നു എന്നൊരു വിഷമം മാത്രമാണ് ഇപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത്.